ഈ തണുപ്പുള്ള ക്ലൈമറ്റിൽ ദോശയുടെയും ഇഡ്ഡലിയുടെ ഒക്കെ മാവ് നന്നായി വീർത്ത് വരും. എനിക്കറിയാൻ മാട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. 3:1 ആണ് നമ്മുടെ റേഷ്യോ വരുന്നത്. അപ്പം നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സോ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കാം. ആ ഗ്ലാസ്സിനകത്ത് 3 ഗ്ലാസ് പച്ചരിയും അതുപോലെ 1 ഗ്ലാസ് ഉഴുന്നുമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ പച്ചരിയും ഉഴുന്നും ഒരു 8 മണിക്കൂർ സെപ്പറേറ്റ് ആയിട്ട് കുതിർക്കാനിടാം. ഉഴുന്നിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു 5-6 ഉലുവയും കൂടി ഇടാം കേട്ടോ. അതിനുശേഷം ഇങ്ങനെ അരി നന്നായിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉഴുന്ന് ആഡ് ചെയ്യുക. ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ആയി അരയ്ക്കണം കേട്ടോ. ഉഴുന്നിന് ഞാൻ തീരെ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു കേക്ക് ബാറ്റർ പോലെയാണ് ഉഴുന്ന് അരഞ്ഞു വന്നിരിക്കുന്നത്. അതിനുശേഷം ഒരു 3-4 വലിയ സ്പൂണ് ചോറ് വേവിച്ച അരിയും കൂടെ അരച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ മട്ട അരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കളർ ഒരു മറ്റേ ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പണ്ട് നമ്മുടെ അമ്മാമ്മമാരും അമ്മയും എല്ലാം ഈ ഒരലെന്നാണ് എനിക്ക് തോന്നുന്നു, അതിലിങ്ങനെ ആട്ടിയെടുക്കത്തില്ലേ, അത് അവരിങ്ങനെ കൈ കൊണ്ട് എന്നിട്ട് ഇങ്ങനെ തേവിയൊക്കെ അല്ലേ ചെയ്യുന്നത്. അമ്മയല്ല കേട്ടോ, അമ്മാമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മയുടെ കാലത്തൊക്കെ അമ്മ പിന്നെ മിക്സിയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായി ഇളക്കുക. കൈ നന്നായി കഴുകിയിട്ട് ഇളക്കിയാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്താലേ അങ്ങ് ശരിയാവത്തുള്ളൂന്നേ. അങ്ങനെന്താ എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പം ഈ ഒരു പരുവം കണ്ടില്ലേ, ഈ ഒരു ബാറ്റർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവണിലോട്ടാണ് വെക്കേണ്ടത്. ഓവൺ ഞാൻ ബേക്കിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ലൈറ്റ് അങ്ങനെ തന്നെ ഓണാക്കി വെക്കണം. ആ ലൈറ്റിന് ആ ചൂട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അപ്പം ആ ലൈറ്റ് എപ്പോഴും ഓണായിരിക്കണം. അപ്പം അത് കാലത്ത് സാധാരണ നാട്ടിൽ 8 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 10 മണിക്കൂറൊക്കെ എടുക്കും. അതുകൊണ്ട് നേരത്തെ അരച്ച് വയ്ക്കുക. അങ്ങനെതാ പിറ്റേ ദിവസം തുറക്കുമ്പം ചെറിയ ഒരു ബബിളൊക്കെ അതിനകത്ത് കാണും. നമ്മുടെ നാട്ടിലെ പോലെ അത്രയും പൊങ്ങിയൊന്നും വരത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വരും കേട്ടോ. അപ്പം ഇതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുക. കണ്ടോ ലൈറ്റ് കത്തി നിൽക്കുന്നത്, ഇതിന് അത്യാവശ്യം ചൂട് കാണും കേട്ടോ. കാലത്ത് എഴുന്നേറ്റിട്ട് ഇതെല്ലാം ഓക്കെയാണ്, ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ ഇത് റെഡിയാണെന്ന് നമുക്ക് അറിയുമ്പോൾ എന്തോ ഇപ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഇതാണ് ഇപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അങ്ങനെന്താ നമ്മുടെ മാവ് കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? ആ ടെക്സ്ചറൊക്കെ ഒന്ന് നോക്കിയേ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള സമയമായി. ഇഡ്ഡലിയും എനിക്ക് ഇഷ്ടം സാമ്പാർ ഞാൻ ഒന്നല്ലെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വയ്ക്കും. സാമ്പാറിൻ്റെ കൂടെ ഞാൻ തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കും കേട്ടോ. എനിക്ക് 2 കറി കൂടെ കഴിച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും ദോശ ഉണ്ടാക്കാം. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഇതിൻ്റെ ബാറ്ററൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കായിരുന്നു കേട്ടോ. പക്ഷേ ആ ബാറ്റർ തണുത്തിട്ടുള്ള കാരണം ഇഡ്ഡലിക്കൊന്നും ശരിയാവത്തില്ല, ദോശ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക്